ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എവിടം വരെയാണ്? ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റിയിട്ട് അല്ലെ. സോ ലീക്കർ ടെസ്റ്റും ക്ലാരിറ്റി ടെസ്റ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നെക്സ്റ്റ് നമ്മളിപ്പോ കെമിക്കൽ ടെസ്റ്റിലേക്കാണ് പോകുന്നത്. സോ കെമിക്കൽ ടെസ്റ്റിനകത്ത് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, ലൈക് pH, അസേ, ലിമിറ്റ് ടെസ്റ്റ്, ഓക്സിഡൈസിങ് മാറ്റേഴ്സ്. സോ അങ്ങനെ ഫാർമക്കോപ്പിയ പറയുന്ന ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കെമിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോബയോളജിക്കൽ. മൈക്രോബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻജെക്ടബിൾസ് അല്ലെങ്കിൽ ഡയറക്ട്ലി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ. ഓക്കെ, അവർക്ക് പ്രത്യേകതയുണ്ട്. അവർ സ്റ്റെറിലിറ്റി അഷ്വറൻസ് ലെവൽ കവർ അപ്പ് ചെയ്യണം. ഓക്കെ, സ്റ്റെറിലിറ്റി അഷ്വറൻസ് ലെവൽ എന്ന് പറയുന്നത് മെയിൻലി സ്റ്റെറിലിറ്റി ടെസ്റ്റും പൈറജൻ ടെസ്റ്റും ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ആയിട്ട് സ്റ്റെറിലിറ്റി ടെസ്റ്റ്. സ്റ്റെറിലിറ്റി ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ സ്റ്റെറിലിറ്റി ആണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഓൺ ഈച്ച് ആൻഡ് എവറി പാക്ക് ഇറ്റ് ഈസ് പെർഫോംഡ് a sampled pack from the batch. Okay, so sterility test na എന്താ പറയുന്നത്? sterility status of the product. Okay, so ഓരോ പാക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയവും ആ ഓരോ സാമ്പിൾ ആ പാക്കിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യണം. ഓക്കെ, സോ നമ്മള് മൈക്രോബയോളജിക്കൽ ടെസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഇൻജെക്ടബിൾസ് ആയിക്കോട്ടെ, ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും നമ്മളെ പേരന്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഏജന്റുകളെല്ലാം നമ്മള് സ്റ്റെറിലിറ്റി അഷ്വറൻസ് ലെവൽ എന്നൊരു സ്റ്റേജിലേക്ക് പോകണം. സ്റ്റെറിലിറ്റി അഷ്വറൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ സ്റ്റെറിലിറ്റി പൈറജൻ ടെസ്റ്റും നമ്മൾ ചെയ്ത് നോക്കും. ഓക്കെ, സ്റ്റെറിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാച്ചിൽ ഇപ്പൊ 15 പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നിരിക്കട്ടെ, അതിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ബാച്ചിന്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ സ്റ്റെറിലിറ്റിക്ക് വേണ്ടി എടുക്കുന്നത്. ഓക്കെ, സോ സ്റ്റെറിലിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ എല്ലാ പ്രോഡക്റ്റും എടുക്കാതെ അതിനകത്ത് ഒരു സാമ്പിൾ പാക്ക് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു, അതിനെ ഒരു സ്റ്റെറൈൽ മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് ഒരു ഡെഫിനറ്റ് ടെമ്പറേച്ചറിലേക്ക് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. സോ അതിന്റെ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഐദർ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കുമോ എന്നുള്ളത്. മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ടെസ്റ്റാ? പോസിറ്റീവ് ടെസ്റ്റ് ആണോ? മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റെറൈൽ ആണോ? അല്ല, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ നെഗറ്റീവ് ടെസ്റ്റ്. ഓക്കെ, സോ ഇനി ആന്റി മൈക്രോബിയൽസ് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ്, സൾഫണമൈഡ് ഒക്കെ ഉള്ള ഇതാണെങ്കിൽ ചില സമയം ഫോൾസ് റിസൾട്ടും കിട്ടാം. അത് ഈവൻ ദോ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഇല്ലെങ്കിലും അത് ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട്. ദ ഇഫക്ട് ഓഫ് സബ്സ്റ്റൻസസ് ആന്റഗണൈസസ് ബൈ ഡൂയിങ് ഡയല്യൂഷൻ അല്ലെങ്കിൽ യൂസിങ് പെനിസിലിനേസ് അല്ലെങ്കിൽ പാബ റെസ്പെക്റ്റീവ്ലി. സോ മൈക്രോബാക്ടീരിയത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ആഡ് സം ആന്റി മൈക്രോബിയൽ ഏജന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പൈറജൻ ടെസ്റ്റ്. മെറ്റബോളിക് പ്രോഡക്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് പൈറജൻ ടെസ്റ്റ്. പൈറജൻ എന്ന് പറഞ്ഞാൽ ലിപ്പോപോളിസാക്കറൈഡ് നമ്മളെ ബോഡി എത്തിക്കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ കൂടുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ IP പ്രകാരം പൈറജൻ ടെസ്റ്റ് മെയിൻലി ചെയ്യുന്ന ആരിലായിരുന്നു? റാബിറ്റില് മെയിലും ഫീമെയിൽ രണ്ടിലും ചെയ്യാൻ കഴിയും. റാബിറ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. രണ്ട് രീതിയിലാണ് പൈറജൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്താണ് പ്രിലിമിനറി ടെസ്റ്റ് അല്ലെങ്കിൽ ഷാം ടെസ്റ്റ് എന്ന് പറയും. ഷാം ടെസ്റ്റ് പ്രധാനമായിട്ടും നടത്തുന്നത് റാബിറ്റിലാണ്. റാബിറ്റില് it is being used for pyrogen test for the first time for the animal is not used previously 2 weeks. അതായത് 2 ആഴ്ചകൾക്ക് മുമ്പോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന ടെസ്റ്റ് ആണ് ഷാം ടെസ്റ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പെർഫോംഡ് ഫോർ 1 to 3 days giving a warmed solution of either
സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ സലൈൻ കൊടുക്കുന്നു. നമ്മൾ റാബിറ്റിന്റെ വെയിറ്റ് അനുസരിച്ച് 10 ml/kilo എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, 1 to 3 ഡേയ്സിലേക്ക് വാം സൊല്യൂഷൻ നമ്മൾ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യും. എന്നിട്ട് വി വിൽ റെക്കോർഡ് ദ ബോഡി ടെമ്പറേച്ചർ ഫോർ 90 minutes ഫോർ 3 hours. 3 മണിക്കൂർ ഇടവേളകളിൽ, അത് 90 minutes apart നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഡു ദിസ് ബോഡി ടെമ്പറേച്ചർ റെക്കോർഡിംഗ്. ഇപ്പൊ റാബിറ്റ് ഒരു 0.6 degree Celsius അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ ടെസ്റ്റ്. ഓക്കെ, പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ റാബിറ്റിനെ എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നതാണ് പ്രിലിമിനറി ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് ദ മെയിൻ ടെസ്റ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് പെർഫോംഡ് ഇനിഷ്യലി ഓൺ എ ഗ്രൂപ്പ് ഓഫ് 3 റാബിറ്റ്. ഓക്കെ, സോ റാബിറ്റിനെ 3 ഗ്രൂപ്പ് ആക്കിയിട്ടായിരിക്കും മെയിൻ ടെസ്റ്റ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മൾ ആനിമലിനെ എന്ത് ചെയ്യും, ഒരു സ്മോൾ ആനിമൽ ഹോൾഡറിൽ വെക്കുന്നു, ഒരു തെർമോമീറ്റർ അതിന്റെ റക്തത്തിലേക്ക് നമ്മൾ വെക്കുന്നു, എന്നിട്ട് പ്രോഡക്റ്റ് നമ്മുടെ സൊല്യൂഷൻ നമ്മൾ 38 degree സെൽഷ്യസിലേക്ക് ചൂട് കൂട്ടുന്നു. ഓക്കെ, വാം ചെയ്യുന്നു 38 degree സെൽഷ്യസിലേക്ക്. എന്നിട്ട് ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ അതിന്റെ ചെവിയിലേക്ക്, മാർജിനൽ വെയിൽ കൂടെ അതിന്റെ ചെവിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. Before the administration of the product, the initial temperature, which is the mean temperature required 60 അല്ലെങ്കിൽ 90 minute എപ്പാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ടെമ്പറേച്ചർ ഹാസ് ടു ബി നോട്ട് ആൻഡ് ദ റെക്കോർഡിംഗ് ഷുഡ് ബി കണ്ടിന്യൂഡ് ഫോർ 3 hours. 3 മണിക്കൂർ ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 30 minute ഇന്റർവെൽ ഇട്ടുകൊണ്ട് 3 മണിക്കൂർ എന്നൊരു സമയക്രമം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡിംഗ് എടുക്കണം. ഓക്കെ, മാക്സിമം ടെമ്പറേച്ചർ ഹാസ് ടു ബി ഒബ്സർവ്. ഫൈനലി ദ റെസ്പോൺസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സബ്സ്ട്രാക്ടിങ് ദ ഇനിഷ്യൽ ടെമ്പറേച്ചറിൽ നിന്ന് മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായോ? ഇനിഷ്യലി കിട്ടുന്ന ടെമ്പറേച്ചറിൽ നിന്ന് പരമാവധി കിട്ടിയിരിക്കുന്ന ടെമ്പറേച്ചർ സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, മെയിൻ ടെസ്റ്റിനകത്ത് അതിന്റെ ടെമ്പറേച്ചർ വാല്യൂ ഐഡന്റിഫൈ ചെയ്ത് ഇനിഷ്യൽ ടെമ്പറേച്ചറിൽ നിന്ന് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ലാൽ ടെസ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് ലാൽ ടെസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് MCQല്. ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് എന്നാ പറയുന്നത്. ഓക്കെ, സോ ഈ ടെസ്റ്റ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് പൈറോജനിനും ബാക്ടീരിയൽ എൻഡോടോക്സിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണെങ്കിൽ അതിലെ ബാക്ടീരിയൽ എൻഡോടോക്സിൻ ഏതാണ്, പൈറോജൻസ് ഏതാണ്, അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോ എൻസൈം കോവാഗുലേസ് ആകുന്നത്, എൻഡോടോക്സിന്റെ പ്രസൻസിൽ പ്രോ എൻസൈം കോവാഗുലേസ് ആകുന്നത്, കോവാലോജൻ കോവാഗുലേസിന്റെ പ്രസൻസിൽ കോവാഗുലിൻ അതായത് ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ് നമ്മൾ അമീബോസൈറ്റ് ലൈസേറ്റ് ലാൽ ടെസ്റ്റിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഈ പൈറജൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ എൻഡോടോക്സിൻ ഉണ്ടെങ്കിൽ ദ സാമ്പിൾ നീഡ് ടു ബി ടെസ്റ്റഡ് if it is combined with the lysate of horseshoe crab to form coagulocytes. So പൈറജനോ ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് ഏതെങ്കിലുമോ നമ്മുടെ സാമ്പിൾ ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും, ഈ ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് ഇല്ലേ, അതിൽ ലൈസേറ്റുമായിട്ട് ചേർന്നിട്ട് ഇറ്റ് വിൽ ഫോം കോവാഗുലേസ് ഫോം ചെയ്യാനുള്ള ഇടയുണ്ട്. ഓക്കെ, സോ കോവാഗുലേസ് ഹൈഡ്രോലൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹാവ് ഒരു മിനിറ്റ്. സോ ഇറ്റ് ഈസ് ഹാവിങ് ഒരു ഹൈഡ്രോലൈസ് കോവാഗുലേസ് ഹൈഡ്രോലൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ സ്പെസിഫിക് ബോണ്ട് ഓഫ് കോവാഗുലോജൻ പ്രോട്ടീൻ. ബ്ലഡിലുള്ള കോവാഗുലോജൻ പ്രോട്ടീനുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് പ്രൊഡ്യൂസ് ജെലാറ്റേനിയസ് ക്ലോട്ട് കോവാഗുലിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ലാൽ ടെസ്റ്റിൽ ഇത്രയേ ഉള്ളൂ. ലാൽ ടെസ്റ്റ് നമ്മൾ എന്ത് ടെസ്റ്റാ ചെയ്യുന്നത്, ലാൽ ടെസ്റ്റ് ഫുൾ ഫോം എന്ന് പറഞ്ഞ വാട്ട് ഈസ് ലാൽ? ലാൽ എന്താ, ലൈസേറ്റ് എന്നുള്ള വേർഡ് ലാസ്റ്റാ വരുന്നത് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ്
ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ്. ഇത് ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ഒന്നെങ്കിൽ ഇൻവിട്രോ ആയിട്ടോ ഇൻവൈവോ ആയിട്ടോ, മെയിൻലി ഇൻവിട്രോ ആയിട്ട് നമ്മൾ നോക്കുന്നത് ബയോളജിക്കൽ പ്രോഡക്റ്റിനകത്ത് എൻഡോടോക്സിൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആനിമൽ ഏതാണ്? ഹോർഷൂ ക്രാബ് അല്ലെങ്കിൽ ലിമുലസ് പോളിതീമസ് എന്ന് പറയുന്ന ഒരു ഏജന്റിനെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അവരെന്താണ് ചെയ്യുക? ആ പർട്ടിക്കുലർ റോ എൻസൈമിനെ കോആഗുലൈസ് ചെയ്യും. സോ അതാണ് നമ്മൾ കോആഗുലൈസ് എന്ന് പറയുന്ന ലാൾ ടെസ്റ്റിനകത്ത് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കോആഗുലേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ നമുക്ക് ജെലാറ്റിനിയസ് ക്ലോട്ട് തരുമെന്ന് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയല്ലേ. ഇനി ഒരു പേരന്റൽ പ്രിപ്പറേഷന് ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, പേരൻട്രൻസ് നമ്മൾ പറഞ്ഞു. പേരൻട്രൻസ് എന്താണ്? ഡയറക്ട്ലി ബ്ലഡിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളെയാണ് പേരൻട്രൻസ് എന്ന് പറയുന്നത്. അവർ ഒരു തരത്തിലുള്ള ഹാം നമുക്ക് ഉണ്ടാക്കുന്നില്ല. ഫിസിക്കൽ കണ്ടാമിനേഷൻസ് നിന്ന് ഫ്രീ ആയിരിക്കണം. കെമിക്കൽ ഇൻകോമ്പാക്ടിബിലിറ്റീസ് ഉണ്ടാകാൻ പാടില്ല. ബയോളജിക്കൽ ടോക്സിൻ ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം പേരൻട്രൻസിനെ പറ്റി പറയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ദ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ബൈ പേരൻട്രൽസ്. പേരൻട്രൽസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഒരു ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ഫ്രീ ഫ്രം ഗ്യാസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്ലാസ്മയുമായിട്ട് ഐസോട്ടോണിക് ആയിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ക്ലിനിക്കലി കോമ്പാറ്റബിൾ വിത്ത് അതർ ആഡഡ് സബ്സ്റ്റൻസസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ഇനി ദ സൊല്യൂഷൻ ഷുഡ് ബി നോൺ ടോക്സിക് ആൻഡ് നോൺ ഇറിറ്റന്റ്. സൊല്യൂഷൻ ഷുഡ് ബി ഇനഫ് സ്റ്റേബിൾ. ഫിസിക്കലിയും കെമിക്കലിയും സ്റ്റേബിൾ ആയിരിക്കണം. പൈറജൻ ഉണ്ടാവാൻ പാടില്ല. സ്റ്റെറൈൽ വൺ ആവണം. ഓക്കെ, സോ ദീസ് ആർ ദ കണ്ടീഷൻസ്. ഒന്നുമില്ല അവരുടെ പേരന്റൽ സൊല്യൂഷൻ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. ഒരു തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവാൻ പാടില്ല. ഫ്രീ ഓർഗാനിസംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റെറൈൽ, നോൺ പൈറോജനിക്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് പേരന്റൽ അല്ലെങ്കിൽ വളരെ സ്റ്റെറൈൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആ കാര്യം ആൾക്കാരെ പറ്റിയിട്ടാ അല്ലെ. ഇനി നോൺ സ്റ്റെറൈൽ ആണെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നോൺ സ്റ്റെറൈൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് യൂഷ്വലി പലതരത്തിലുള്ള ഡോസേജ് ഫോം എക്സെപ്റ്റ് പേരൻട്രൽസ്. ഓക്കെ, ഇപ്പം സൊല്യൂഷൻസ്, സിറപ്പ്, ലിങ്കേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? DNC ആക്ട് 1945 പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം നോൺ സ്റ്റെറൈൽ പ്രോഡക്ട്സ്. ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് നമ്പർ ഓഫ് പ്രിമിസസിന്റെ റൂൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നോൺ സ്റ്റെറൈൽ പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നോൺ സ്റ്റെറൈൽ പ്രോഡക്റ്റ് വിച്ച് ഇൻക്ലൂഡ് ഓറൽ ലിക്വിഡ്, ഓറൽ സിറപ്പ്, എമൽഷൻ, ടാബ്ലറ്റ്, ക്യാപ്സ്യൂള് ആൻഡ് സപ്പോസിറ്ററി, ഇതെല്ലാം ലാർജ്ലി നമ്മുടെ കൺസെപ്ഷനിൽ വരുന്ന സാധനങ്ങളാണ് അല്ലെ. സോ the use products have quite a longer shelf life ഉണ്ടായിരിക്കണം. ആൻഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് പേരൻസിന്റെ അത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആവാനും പാടില്ല. എത്ര മെഷീൻസ് യൂസ് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഷെഡ്യൂൾ എമ്മിലും ഷെഡ്യൂൾ എന്നിലും ഉണ്ട്. സോ DNC ആക്ട് 1945 അനുസരിച്ച് എത്ര വേണം എന്നുള്ളതൊക്കെ എന്താണ് നോൺ സ്റ്റെറൈൽ മാനുഫാക്ചറിംഗിൽ പെടേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഈസ് ബൾക്ക് കോൺസെൻട്രേറ്റ്. അപ്പൊ നോൺ സ്റ്റെറൈലിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. പേരൻട്രൽസ് പ്രിപ്പയർ ചെയ്യുന്ന അത്ര തന്നെ ശ്രദ്ധയോടുകൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ലാന്നേ. മനസ്സിലായോ? നെക്സ്റ്റ് വൺ ഇസ് ബൾക്ക് കോൺസെൻട്രേറ്റ്. സോ ബൾക്ക് കോൺസെൻട്രേറ്റ് രണ്ട് തരത്തിലുള്ളത്, ലിക്വിഡും സെമി സോളിഡും. ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? സിറപ്പ്, എലിക്സർ, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, എമൽഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പേസ്റ്റ്, ജെല്ലി, സപ്പോസിറ്ററി, ഓയിൽമെന്റ് ഒക്കെ. സോ സൊല്യൂഷൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഈ വേണ്ട ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഡിസോൾവ് ചെയ്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ഈസ് സോർബിറ്റോൾ ആൻഡ് പാരബൻസ് ഹാസ് ടു ബി ആഡഡ്. ഫൈനലി ഒരു ഫ്ലേവറിംഗ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് ദ സൊല്യൂഷൻ ഇസ് ഫിൽറ്റേർഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ഫൈനൽ വോളിയം ഓഫ് ദ ബൾക്ക്. സോ ഏറ്റവും അവസാനം എത്ര വേണം എന്നുള്ളത് വരെ നോക്കിയിട്ടായിരിക്കും ഫിൽട്ടർ ചെയ്യുക എന്നുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നത്. ദെൻ സ്യൂട്ടബിൾ ഡയല്യൂഷൻസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഒക്കെ ബൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ബൾക്ക് കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതിന്റെ ലിക്വിഡ്സും സെമി സോൾഡ്. Okay, the entire procedure is carried in a bulk compounding laboratory with adequate facility. ഏതൊക്കെയാണ്? വാഷിംഗ്, ക്ലീനിങ്, പ്രോസസിങ്, സ്റ്റോറേജ്, ഇത്തരത്തിലുള്ള എല്ലാ പ്രൊസീജിയറും ഉണ്ടായിരിക്കണം.
Apart from this, one should look at supply of fresh air, temperature, humidity control നോക്കുക. The chances of contamination could be reduced by keeping the material in a orderly manner with adequate അല്ലെങ്കിൽ proper labeling. Okay. So അപ്പം ബൾക്കിനകത്ത് ഇത്രയേ ഉള്ളൂ. രണ്ട് തരത്തിലാണ് ബൾക്ക് കോൺസെൻട്രേറ്റിലുള്ളത്. എന്തൊക്കെയാണ്? ലിക്വിഡും സെമി സോളിഡ് പ്രിപ്പറേഷൻസും. ഇവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒന്ന് സൊല്യൂഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ആലോചിച്ച്. ഇപ്പൊ പഞ്ചസാര വെള്ളമാക്കണം. എന്ത് ചെയ്യണം? പഞ്ചസാര എടുക്കുന്നു, വെള്ളത്തിൽ കലക്കുന്നു. സോ ഏതാണോ നമ്മുടെ കയ്യിലുള്ള സോല്യുബിൾ ഇൻഗ്രീഡിയന്റ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യിച്ചെടുക്കുക ബൈ ആഡിങ് സോർബിറ്റോൾ ആൻഡ് പാരബൻസ്. അതാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അവസാനം നമ്മൾ ഫ്ലേവറിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നു. ഈ സൊല്യൂഷനിലെ ഫൈനൽ കണ്ടെയ്നറിലേക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു. ബോത്ത് ഇൻ പേഷ്യൻസിലും ഔട്ട് പേഷ്യൻസിലേക്ക് നമ്മൾ ഇത് കൊടുക്കുക. നെക്സ്റ്റ് വൺ, എൻടയർ പ്രൊസീജിയർ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബൈ ബൾക്ക് കോമ്പൗണ്ടിങ് ലബോറട്ടറി വിത്ത് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ്, വാഷിംഗ്, ക്ലീനിങ്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഒരു ബൾക്ക് പ്രൊസീജിയറിന്റെ സമയത്ത് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, ലിക്വിഡ് ഓറൽസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന് ഓടിച്ച് പറയാം കേട്ടോ. ലിക്വിഡ് ഓറൽസിനകത്ത് ആരൊക്കെയാ വരുന്നത്? സൊല്യൂഷൻസ്, എമൽഷന്, സസ്പെൻഷൻസ്. അറിയാലോ ലിക്വിഡിന്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് അബ്സോർപ്ഷൻ ഉണ്ടായിരിക്കണം. ഇറിറ്റൻ ഡ്രഗിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈ ഫോമിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ ബ്രോമൈഡ്, അയഡൈഡ് ഒക്കെ ആണെങ്കിൽ GI ട്രാക്റ്റിന് ആ ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസ് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ഡ്രൈ ഫോമിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങളിലായിക്കോട്ടെ, പ്രായമായിട്ടുള്ള ആൾക്കാരിലൊക്കെ ലിക്വിഡ് സസ്പെൻഷൻ കൊടുക്കാൻ ടാബ്ലറ്റിനേക്കാളും ഈസിയാണ് അല്ലെ? സോ യൂണിഫോം ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ കിട്ടും. ഡോസ് ഇപ്പം കുറച്ച് വേരിയേഷൻ ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും. ദെൻ ഹൈഗ്രോസ്കോപ്പിക് ഡ്രഗ്സ് ക്യാൻ ബി ഗിവൺ ഓൺലി ഇൻ ലിക്വിഡ് ഫോം. നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജ്, less stable than oral dosage form, chances of bacterial contamination, rate of degradation സോളിഡിനേക്കാളും വേഗം സംഭവിക്കും. ഓർഡറും ടേസ്റ്റും എന്ന് പറയുന്നത് എന്താണ്? പ്ലസന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കില്ല. അപ്പൊ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു ടേസ്റ്റ് നല്ലതാണ്, സ്മെല്ല് നല്ലതാണ്. അപ്പം കൂടുതൽ കുടിക്കാനുള്ള, ഇപ്പൊ നമുക്ക് കാർമീസൈഡ് ഒക്കെ കണ്ടിട്ടില്ലേ? ടേസ്റ്റ് ഇഷ്ടമാണ്, അതിന്റെ സ്മെല്ല് ഇഷ്ടമാണ്. സോ കുറച്ച് കൂടുതലായിട്ട് ആളുകൾ കുടിക്കുന്നത് കാണാം. സോ ദാറ്റ് ഇസ് ഓവർഡോസിങ്, ലീഡ്സ് ടു ഓവർഡോസിങ്. നെക്സ്റ്റ് വൺ ഇസ് മാനുഫാക്ചറിങ് ഓഫ് ലിക്വിഡ് ഓറൽസ്. സോ ലിക്വിഡ് ഓറൽസ് നമ്മൾ ഷെഡ്യൂൾ N and M അനുസരിച്ച് D&C ആക്ട് പ്രകാരമായിരിക്കും ലിക്വിഡ് ഓറൽസും പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ? എലിക്സർ, സിറപ്പ്, ഡ്രോപ്പ്, ഡ്രൗട്ട്, ലിങ്ഡസസ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ലിനിമെന്റ്, ലോഷൻ, ഇനൈറ്റിമേറ്റ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്റേണലി ഉപയോഗിക്കുന്നതിനകത്ത് നമുക്ക് വെള്ളം വേണം. അരോമാറ്റിക്, ക്ലോറോഫോമോ, പെപ്പർമിന്റോ, സിനമണോ, ഡില്ലോ ഒക്കെ ഉപയോഗിക്കും. സിറപ്പിനകത്ത് സിമ്പിൾ സിറപ്പും ഓറഞ്ച് സിറപ്പും ഉപയോഗിക്കും. ഗ്ലിസറൈറ്റ് ആയിട്ട് ഗ്ലിസറിൻ ഉപയോഗിക്കും. എലിക്സർ ആണെങ്കിൽ ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ആണ്. ഇനി ഫ്ലേവറിംഗ് ഏജന്റ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. ഫ്ലേവറിംഗ് ഏജന്റ് എന്താ? ലെമൺ സ്പിരിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഓറഞ്ച് സ്പിരിറ്റ്. പ്രിസർവേറ്റീവ് എന്തൊക്കെയാ? ക്ലോറോഫോം, ബെൻസോയിക് ആസിഡും പാരബൻസും. ഓക്കെ. ഇനി ലിങ്ഡസസ് എന്താണ്? ദേ ആർ കഫ് പ്രിപ്പറേഷൻ വിച്ച് കണ്ടെയ്ൻ എക്സ്പെക്ടോറൻസ് അല്ലെ? അപ്പം ലിങ്ഡസ് എന്ന് പറഞ്ഞാൽ കഫ് പ്രിപ്പറേഷൻ. അപ്പൊ എലിക്സറും ലിങ്ഡസും ചോദിക്കാറുണ്ട്. എലിക്സസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ആ. ലിങ്ഡസസ് ദേ ആർ പ്രിപ്പറേഷൻസ് യൂസ്ഡ് ഫോർ കഫ്. അവരുടെ ആക്ഷൻ തന്നെ എക്സ്പെക്ടോറന്റ് ആക്ഷൻ ആണ്. മെഡിക്കാമെന്റ് ആ വെഹിക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലിങ്ഡസസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി എലിക്സർ എന്താ? ദേ ആർ ക്ലിയർ, ഫ്ലേവേർഡ്, സ്വീറ്റൻഡ് ആയിട്ടുള്ള ഹൈഡ്രോ ആൽക്കഹോളിക് ലിക്വിഡ് ആണ്. ഓക്കെ. കഴിഞ്ഞ PSC ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ തന്ന ഓപ്ഷനിൽ കഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ലിങ്ഡസസ്. എലിക്സർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻ. ഓക്കെ. ഇനി എലിക്സർ എന്തൊക്കെയാണ്? ക്ലിയർ, ഫ്ലേവേർഡ്, സ്വീറ്റ് ആൻഡ് ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ആണ് അല്ലെ? രണ്ട് രീതിയിൽ അതിന് ഇൻഗ്രീഡിയൻസിന് ആഡ് ചെയ്യാം, മേജറും മൈനറും. മേജർ എന്തൊക്കെയാണ്? എത്തനോളും വാട്ടറും. മൈനർ സിറപ്പ്, വെഹിക്കിൾസ്, ഫ്ലേവേഴ്സ് ആൻഡ് പ്രിസർവേറ്റീവ്സ്. ഓക്കെ. ഇന്ന് ഈ ഒരു ചാപ്റ്റർ തീർക്കണം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോളൂ. ദീസ് ആർ പ്രിപ്പയർഡ് ബൈ സിമ്പിൾ വേ ഓഫ് ഡിസോൾവിങ്. അപ്പം നമ്മൾ ലിങ്ഡസസ് പറഞ്ഞു. ലിങ്ഡസിൽ എന്ത് ചെയ്യും? നമുക്ക് സോലിബിലൈസ് ചെയ്യേണ്ട സാധനം എടുക്കുന്നു. ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ എങ്കിൽ വാട്ടർ, സിമ്പിൾ സിറപ്പ് എങ്കിൽ സിമ്പിൾ സിറപ്പ് ലയിപ്പിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ. വേണ്ടാത്ത ഇൻഗ്രീഡിയൻസ് എടുക്കുന്നു. അക്വസ് ആയിട്ടുള്ള സോലബിൾ മെഡിക്കാമെന്റിൽ വാട്ടറിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നോൺ അക്വസ് ആയിട്ടുള്ള ആൽക്കഹോൾ ഡിസോൾവ് ചെയ്യുന്നു. ഈ അക്വസ് ഫേസ് എന്ന് പറയുന്നത്
പതിയെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൽക്കഹോളിക് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ട് അജിറ്റേഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. വോളിയത്തിന്റെ ബൾക്ക് എന്ന് പറയുന്ന ഒരു മേജർ സോൾവെന്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ. ഇറ്റ് ഹാസ് ടു ബി ആഡഡ് ബൈ യൂസിങ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയനെ ഡിസോൾവ് ചെയ്ത് കയറ്റാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്യുപ്മെന്റ്സ് ഫോർ ലിക്വിഡ് ഓറൽസ്. ഓക്കെ, ലിക്വിഡ് ഓറൽസിന് വേണ്ടുന്ന ഒരു എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, സോ storage tank, banded laboratory storage tank, mixing vehicles, portable mixture, small vessels, other utensils, filtration assembly, filter presser, vacuum filter, bulk storage tank, filling അല്ലെങ്കിൽ പാക്കിംഗ് മെഷീൻസ്, ഇതൊക്കെയാണ് പൊതുവെ വേണ്ടത്. ഇനി അടുത്ത സിറപ്പിനെ പറ്റി പറയാം. സിറപ്പ് എന്താ? സുക്രോസിന്റെ ഒരു ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതിനെയാണ് സിറപ്പ് എന്ന് പറയുന്നത്. സിറപ്സ് ആർ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻസ് ഓഫ് സുക്രോസ് അല്ലെങ്കിൽ അതർ ഷുഗേഴ്സ്. അത് വിസ്കസ് ഇൻ നേച്ചർ, സ്വീറ്റ് ഇൻ ടേസ്റ്റ്, മെയിൻലി സിമ്പിൾ, മെഡിക്കേറ്റഡ് ആൻഡ് ഫ്ലേവേർഡ് ഉണ്ട്. സ്വീറ്റൻഡ് ആകുമ്പോൾ സ്വീറ്റനിങ് ഏജന്റ് ആഡ് ചെയ്യും, പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. വെഹിക്കിൾസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആന്റി ടസീവും ആന്റിബയോട്ടിക്കും വൈറ്റമിനും അനാൽജസിക്കിനും വേണ്ടിയിട്ടാട്ടോ. സോ സിറപ്പ് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സിറപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ഹീറ്റ് കൊടുത്തോണ്ട് പ്രിപ്പയർ ചെയ്യാം. സൊല്യൂഷൻ വിത്ത് ഹീറ്റ്, ദെൻ അജിറ്റേഷൻ വിത്തൗട്ട് ഹീറ്റ്, ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ചൂട് കൊടുക്കാതെ. ദെൻ അഡീഷൻ ഓഫ് മെഡിക്കാമെന്റ് ടു സിറപ്പ്, ഈ സിറപ്പിലേക്ക് നമ്മൾ എക്സ്ട്രാക്ടോ അല്ലെങ്കിൽ ടിഞ്ചറോ ഒക്കെ ആഡ് ചെയ്യുന്നതിനാണ് അഡീഷൻ ഓഫ് മെഡിക്കാമെന്റ് ടു സിറപ്പ് എന്ന് പറയുന്നത്. ദെൻ പെർക്കൊലേഷൻ. ഓക്കെ, സോ പെർക്കൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നമ്മൾ അതിന്റെ കോൺസെൻട്രേറ്റ് എക്സ്ട്രാക്ടിനെ വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർക്കൊലേഷൻ. നെക്സ്റ്റ് ഈ സൊല്യൂഷൻ വിത്ത് ഹീറ്റ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, തെർമോലബൈലും അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്താൽ ചീത്തയായി പോകുക എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വേണ്ടുന്ന ഷുഗർ എടുക്കുക, ഒരു പെട്രി ഡിഷിൽ വെക്കുക, സഫീഷ്യന്റ് പ്യൂരിഫൈഡ് വാട്ടർ ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് നമ്മൾ ഇളക്കി ആ സൊല്യൂഷൻ കിട്ടുന്നത് വരെ, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനൽ വോളിയത്തിന് റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ വോളിയം ആഡ് ചെയ്യുക. ഇതിനെ വിസ്കോസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാക്കറോമീറ്റർ. അതിന്റെ പേരൊന്ന് എഴുതിയെടുത്തേ, സാക്കറോമീറ്റർ, SACCHAROMETER, സാക്കറോമീറ്റർ. അതിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ ഓഫ് എമൽഷൻ, ഇത് ഞാൻ പറഞ്ഞതാ. എമൽഷന്റെ പ്രിപ്പറേഷൻ നമുക്ക് അറിയാവുന്നതുമാണ്. രണ്ട് ഫേസ് ഉണ്ടാവും, ഡിസ്പേഴ്സും കണ്ടിന്യൂസും. ഒരെണ്ണം സോളിഡ് ആയിരിക്കും, ഒരെണ്ണം ലിക്വിഡ് ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫേസിനെ കണ്ടിന്യൂസ് ഫേസിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഡ്രൈ ഗം മെത്തേഡ്, വെറ്റ് ഗം മെത്തേഡ്, ബോട്ടിൽ മെത്തേഡ്. ഡ്രൈ ഗം മെത്തേഡില് 4-to-1 മെത്തേഡ്, ഫിക്സ്ഡ് ഓയിലും നമ്മുടെ ഗമ്മും വാട്ടറും കൂടെ മിക്സ് ചെയ്യാനുള്ള മെത്തേഡിനെയാണ് നമ്മൾ 4-to-1 മെത്തേഡ് അല്ലെങ്കിൽ ഡ്രൈ ഗം മെത്തേഡ് എന്ന് പറയുന്നത്. യൂഷ്വലി കണ്ടെയ്ൻമെന്റിനാണ് ഉപയോഗിക്കുന്നത്. ഓയിലും വാട്ടറും ഗമ്മും മിക്സ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. 4:1:2 അല്ലെങ്കിൽ 4:2:1 എന്ന രീതിയിലായിരിക്കും നമ്മൾ ഓയിൽ, വാട്ടർ ആൻഡ് ഗമ്മിന്റെ റേഷ്യോ എടുക്കുക. ദെൻ പ്രൈമറി എമൽഷൻ ഉണ്ടാക്കുക, വേണ്ടുന്ന അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ ഒരു സെക്കൻഡറി എമൽഷനിലേക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാനുഫാക്ചറിങ് ഓഫ് ടാബ്ലറ്റ്സ്. ഒരു യൂണിറ്റ് ഡോസ് ഓഫ് മെഡിക്കാമെന്റ് ഉണ്ടാക്കുക. ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ എയ്ഡുകളൊക്കെ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെയും കംപ്രസ് ചെയ്യാം. പ്രോസസിങ്, ഡെവലപ്പിംഗ് ദ ഫോർമുല, കംപ്രഷൻ ഓഫ് ഫോർമുല. സോ രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് കംപ്രഷനും കംപ്രഷൻ ആഫ്റ്റർ ഗ്രാനുലേഷനും. കംപ്രഷൻ ആഫ്റ്റർ ഗ്രാനുലേഷൻ അറിയാലോ, വെറ്റ് ഗ്രാനുലേഷനും ഡ്രൈ ഗ്രാനുലേഷനും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. ഓക്കെ, വെറ്റ് ഗ്രാനുലേഷൻ, ഡ്രൈ ഗ്രാനുലേഷൻ ഒക്കെ നമുക്കറിയാം. ഇനി സപ്പോസിറ്ററീസിന് മുമ്പ് ഫെസിലിറ്റീസ് ഉണ്ട്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ FDA റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത് സെക്ഷൻ വൈസ് ആണ് ആ ഫെസിലിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പേഴ്സണൽ 25 to 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 45% റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ ഈ സബ്സ്റ്റൻസിനെ എല്ലാം സ്റ്റോർ ചെയ്യാൻ. ഒരു വേയിങ് റൂം ഉണ്ടായിരിക്കും, അവിടെ ആയിരിക്കും സബ്സ്റ്റൻസിനെ വേ ചെയ്തെടുക്കുക. ഒരു മിക്സിംഗ് സെക്ഷൻ ഉണ്ടായിരിക്കും, അവിടെ ആയിരിക്കും മിക്സിംഗ് നടക്കുക. ഈ മിക്സ് ചെയ്തിട്ട് സ്ലഗ് ആക്കി വെച്ചിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്തെടുക്കണം. ഒരു ഗ്രാനുലേറ്റിംഗ് സെക്ഷനോടെ ഗ്രാനുലേറ്റ് ചെയ്യിക്കുക, ടാബ്ലറ്റിംഗ് സെക്ഷനിൽ ടാബ്ലറ്റ് ചെയ്യിക്കുക, കോട്ടിംഗ് സെക്ഷനിൽ കോട്ട് ചെയ്തെടുക്കുക.
ഓക്കെ, സോ ടാബ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനമാണ് മിക്സർ, ബ്ലെൻഡർ, ഗ്രൈൻഡർ, ഡ്രയർ, കംപ്രസർ, കോട്ടിംഗ് മെഷീൻ, മിസലേനിയസ്. ദെൻ സപ്പോസിറ്ററി അറിയാലോ, അതർ ദാൻ ഓറൽ നമ്മൾ ബോഡി ക്യാവിസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് സപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഒരു സോളിഡ് ഡോസേജ് ഫോം ആണ്. ഒന്നെങ്കിൽ ലോക്കൽ ഇഫക്റ്റ് കിട്ടാനോ സിസ്റ്റമിക് ഇഫക്റ്റ് കിട്ടാനോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സപ്പോസിറ്ററീസ് വെക്കും. മ്യൂക്കസ് സെക്രീഷൻ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് വെക്കുക. സപ്പോസിറ്ററി രണ്ട് രീതിയിൽ ഉണ്ടാക്കാം, കോൾഡ് പ്രോസസ്സും ഹോട്ട് പ്രോസസ്സും. കോൾഡ് പ്രോസസ് ആണെങ്കിൽ ഹാൻഡ് മോൾഡിങ്ങും കംപ്രഷനും ആയിരിക്കും. കൈകൊണ്ട് ഷേപ്പ് ഉണ്ടാക്കുക, കംപ്രസ് ചെയ്ത് ഷേപ്പ് ഉണ്ടാക്കുക, അതൊക്കെയാണ് കോൾഡ് പ്രോസസ്സിനകത്ത് വരുന്നത്. ഹോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഫ്യൂഷൻ മെത്തേഡ്, ഇവിടെ എന്താ ചെയ്യുന്നത്, കോമൺ ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ ഒരു ബേസ് എടുക്കുന്നു, സഫീഷ്യൻലി ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മോൾഡ് കപ്പാസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് ബേസ് നീഡ്. ഓക്കെ, അതിപ്പോ നമുക്ക് വേണ്ടുന്ന ബേസ് എടുക്കുന്നു. എത്ര എമൗണ്ട് ഓഫ് ഡ്രഗ്, 15 gram ഓഫ് ഡ്രഗ് ആണെങ്കിൽ എടുത്ത ബേസ് -15 gram. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കിട്ടും അല്ലെ. സോ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മോൾഡ് ചെയ്യുന്നത് ബേസും ഡിസ്പ്ലേസ്മെന്റ് വാല്യൂവും വെച്ചിട്ടായിരിക്കും. തിയോബ്രോമ ഓയിൽ ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. 35 degree Celsiusലേക്ക് മെഡിക്കാമെന്റിനെ ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. The above mass has to be poured in lubricated cooled mold and has to be refrigerated. Okay, then excess surface is trimmed off. The mold നമ്മൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സപ്പോസിറ്ററീസിനെ ഇജക്ട് ചെയ്യുക, സ്ക്രൂ എല്ലാം ലൂസ് ചെയ്തതിനെ പുറത്തെടുക്കുക. ഫ്യൂഷൻ മെത്തേഡ്, മെൽറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രഗിനെ ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഫ്യൂഷൻ മെത്തേഡ്. സപ്പോസിറ്ററി കോൾഡ് മെത്തേഡിൽ ഹോട്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എന്താ മാനുഫാക്ചറിങ്ങിനകത്ത് വരുന്ന ഒരു ഇത്. നെക്സ്റ്റ് ഈസ് PTC. PTC എന്താ? PTC ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ, അതിനാണ് PTC എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു നോട്ട് ഞാൻ പഠിച്ചപ്പോൾ ഒരു നോട്ട് എന്റെ കയ്യിലുണ്ട്. ആ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം, നമുക്ക് ഒന്ന് ജസ്റ്റ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കാം. സോ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫോർമുലറി സിസ്റ്റം. സോ ഇപ്പം ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏറയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലെ. സോ ഇവിടെ ഒരുപാട് അസുഖങ്ങളുണ്ട്, ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പം ഏത് അസുഖത്തിന് ഏത് മരുന്ന് കൊടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഹോസ്പിറ്റൽസിന് അവരുടേതായ ഒരു പോളിസി ഉണ്ട് ഫോർ ദിസ് ഇഫക്റ്റീവ്നെസ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന രൂപീകരിച്ചിരിക്കുന്ന ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അഥവാ PTC. സോ PTCയുടെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്? ഓക്കെ, കുറച്ച് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ മെമ്പേഴ്സ് ആണ് PTCയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഫിസിഷ്യൻ, ജനറൽ മെഡിസിൻ, ജനറൽ സർജൻ, അനസ്തേഷ്യസ്റ്റ്. ഇത്രയാണ് ഫിസിഷ്യൻസിന്റെ അകത്ത് വരുന്നത്. ജനറൽ, ദെൻ ജനറൽ സർജൻ, ജനറൽ മെഡിസിൻ, ജനറൽ സർജൻ, അനസ്തേഷ്യ. നെക്സ്റ്റ് ഈസ് നഴ്സസ്, ഫാർമസിസ്റ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഇത്ര ആൾക്കാർ PTC ഉണ്ടായിരിക്കണം. ഒരു ചെയർപേഴ്സണെ നിയമിക്കണം. എ ചെയർപേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ഫ്രം ഫിസിഷ്യൻ റെപ്രസെന്റേറ്റീവ് ആൻഡ് ഫാർമസിസ്റ്റ് വർക്ക് ആസ് സെക്രട്ടറി. സോ നമ്മളിപ്പോ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന ഫിസിഷ്യൻസിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, ജനറൽ മെഡിസിനോ ജനറൽ സർജറിയോ അനസ്തേഷ്യോ എന്നോ, അവിടെ നിന്നുള്ള ആരെങ്കിലും ഒരാളായിരിക്കും ചെയർപേഴ്സൺ. ഓക്കെ, അവരായിരിക്കും ചെയർപേഴ്സൺ. ഇനി നമുക്ക് നോക്കേണ്ടത് സെക്രട്ടറി ആരാണ്? സെക്രട്ടറി വിൽ ബി ദ ഫാർമസിസ്റ്റ്. ഓക്കെ, PTCയുടെ ജോലികൾ എന്തൊക്കെയാണ്? ഒന്ന് എഡ്യൂക്കേഷണൽ. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക, സെമിനാർസ് കണ്ടക്ട് ചെയ്യുക, ദെൻ എന്തൊക്കെ ഡെവലപ്മെന്റ് വരുത്താൻ പറ്റും ഫോർ ദ സേഫ് യൂസ് ഓഫ് ഡ്രഗ് എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ പർപ്പസിൽ കൂടെ PTC നോക്കുന്നത്. ദെൻ അഡ്വൈസറി. അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ പോളിസി ഉണ്ടാവും, ഈ പോളിസി അനുസരിച്ച് സെലക്ഷൻ, ഇവാലുവേഷൻ, റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്, അതിനെയാണ് പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അജണ്ട ഓഫ് ദ കമ്മിറ്റി. അജണ്ട ഓഫ് ദ കമ്മിറ്റി എന്ന് പറയുന്നത് ദ സക്സസ് ഓഫ് മീറ്റിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ അജണ്ട which is made available to the members of the committee before scheduling the meeting by the secretary. സെക്രട്ടറി ആരാണ്? ഫാർമസിസ്റ്റ് അല്ലെ. അപ്പം ഫാർമസിസ്റ്റിന്റെ ചുമതലയാണ് എല്ലാ മീറ്റിങ്ങും സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ രൂപം എന്താണ്, രൂപഘടന എന്താണ്, എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ് ഒരു എന്താ പറയാ PTCയുടെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ,
ടിപ്പിക്കൽ അജണ്ട എന്ന് പറയുന്നത് അതിന്റെ മിനിറ്റ്സ്, കഴിഞ്ഞ മീറ്റിംഗിന്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഹോസ്പിറ്റൽ ഫോർമുലറി പറ്റിയിട്ടും അതിന്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി പറയാ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മള് എന്താ പറയാ PTCക്കകത്ത് പറയുന്നത്. ഡ്രഗ് സേഫ്റ്റി ഇൻ എ ഹോസ്പിറ്റൽ, ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 6 times in a year. അതൊക്കെ പ്രധാനമാണ്. ഒരു വർഷം 6 പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് കൂടണം. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ. ഇനി മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? they are prepared by the secretary and he is supposed to maintain the record permanently. Okay, so minutes കഴിഞ്ഞ മീറ്റിംഗ് പ്രിപ്പയർ ചെയ്യേണ്ട സെക്രട്ടറി ആണ്. ആരാണ് സെക്രട്ടറി? ഫാർമസിസ്റ്റ്. സോ റെക്കോർഡ് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ചുമതലയും അവർക്ക് തന്നെയാണ്. സൂക്ഷിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ടോ അത് മെഡിക്കൽ സ്റ്റാഫ് വഴി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ഈ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇനി PTC കമ്മിറ്റിയുടെ ഫംഗ്ഷൻസും ഒബ്ജക്റ്റീവും. ഒന്ന്, മെഡിക്കൽ സ്റ്റാഫിനെ ഗൈഡ് ചെയ്യുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിംഗ് ഡ്രഗിന്റെ യൂസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ സ്റ്റാഫിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക. ദെൻ റിട്ടൺ പോളിസീസ് ഉണ്ടാക്കുക. സെലക്ഷൻ, പ്രൊക്വയർമെന്റ്, സ്റ്റോറേജ് അതിനൊക്കെ വേണ്ടിയിട്ടൊരു റിട്ടൺ പോളിസി ഫ്രെയിം ചെയ്യുക. ടു ഫോം ദ ഹോസ്പിറ്റൽ ഓൺ ഫോർമലി ആൻഡ് പീരിയോഡിക്കലി അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാൻ സഹായിക്കുക. Then prepare a list of drug for emergency kit and first aid kit. Prepare a list for drug to keep ward pharmacy floor stock system. Quality audit check, general medical practitioner പ്രാക്ടീസുകളെ ചെക്ക് ചെയ്യുക. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നുണ്ടോ അത് ടെസ്റ്റ് ചെയ്യുക. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ നോക്കുക. എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഫാർമസി സ്റ്റാഫിന് കുറച്ചും കൂടെ ഔട്ട് പേഷ്യന്റ് സർവീസിലേക്കും ഇൻപേഷ്യന്റ് സർവീസിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുക. വർക്ക്ഷോപ്പ്, സെമിനാർ, ട്രെയിനിങ് മെഡിക്കൽ സ്റ്റാഫിനും ഫാർമസിസ്റ്റും നഴ്സിംഗിനും ബാക്കിയുള്ള ഹെൽത്ത് കെയർ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുക. ദെൻ സബ് കമ്മിറ്റീസ് ഉണ്ടാവും. ഈ സബ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ PTCയെ നേതൃത്വത്തെ സഹായിക്കുന്നത്. സോ PTCക്കകത്ത് ഫാർമസി സ്റ്റാഫും ഉണ്ട്, മെഡിക്കൽ സ്റ്റാഫും ഉണ്ട്. സബ് കമ്മിറ്റിയാണ് സബ് കമ്മിറ്റി ഫോർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക്, സബ് കമ്മിറ്റി ഫോർ കാർഡിയോവാസ്കുലർ ഡിസോർഡർ, സബ് കമ്മിറ്റി ഫോർ എൻഡോക്രിനോളജി, subcommittee for antibiotic and chemotherapeutic agents, subcommittee for CNS, subcommittee for maternity and pediatrics, subcommittee for chest disease. ഇത്രയുമാണ് ഉണ്ടാവും. Next one is PTC and adverse drug reaction. Okay, so sometimes the drug may produce or unwanted അല്ലെങ്കിൽ unexpected effect ആരുണ്ടാക്കണം? ഡ്രഗ് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, സോ ഇതിനെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡ്രഗ് അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഓവർഡോസ് കൊണ്ടോ അല്ലെങ്കിൽ അലർജി കൊണ്ടോ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടോ എന്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകാം? അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാകാം. കമ്മിറ്റി 2 രീതിയിൽ ആക്ട് ചെയ്യാറുണ്ട്. ടു ട്രീറ്റ് ദ പേഷ്യൻസ് ആൻഡ് ടു പ്രിവെന്റ് സച്ച് ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, പിന്നീട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുന്നത്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി കമ്മിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഒരു ഫിസിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിപ്പോർട്ട് വളരെയധികം പ്രധാനമാണ്. ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് നമ്പർ വേണം, പേഷ്യന്റിന്റെ പേര്, ഏജ്, സെക്സ്, ഏത് വർഷമാണ്, പേഷ്യന്റ് ബോഡി വെയിറ്റ്, എന്തായിരുന്നു അസുഖം, എന്ത് കാരണത്തിലാണ് ADR വന്നത്, എന്തൊക്കെയായിരുന്നു റിയാക്ഷൻ ആയിട്ട് കാണിച്ചിരുന്നത്, മരുന്നിന്റെ ഡീറ്റെയിൽസ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ്, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചർ ആരാ ഉണ്ടാക്കിയത്, ഇനി എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി, ഇതൊക്കെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ സംഭവിക്കുക ഹോസ്പിറ്റലിന്റെ ജോലി എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ഫിസിഷ്യന്റെ ഒരു സിഗ്നേച്ചർ വേണം. നെക്സ്റ്റ് വൺ ഇസ് ഡ്രഗ് സേഫ്റ്റി ആൻഡ് റോൾ ഓഫ് ദ കമ്മിറ്റി. ഡ്രഗ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റിയാണ് ഡ്രഗ് സേഫ്റ്റി. ഓക്കെ, സോ ഒരുപാട് പുതിയ പുതിയ കാറ്റഗറി ഓഫ് ഡ്രഗുകൾ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഡ്രഗ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ, ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഹെൽത്ത് പ്രൊഫഷണൽ ഗ്യാരണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്തിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. ഫാർമസി മെഡിക്കേഷൻ എറർ അല്ലെങ്കിൽ ആക്സിഡന്റ് റിസൾട്ടിങ് serious condition and leads to death of the patient. Okay, in PTC played a vital role for drug safety
ഇൻ ദ ഹോസ്പിറ്റൽ. ഏറ്റവും ആദ്യത്തെ ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. മിനിമം ബിഫാം ക്വാളിഫിക്കേഷനോ ഡിപ്ലോമ എങ്കിലും ഉണ്ടായിരിക്കണം. മരുന്ന് കൊടുക്കുന്നത് രജിസ്റ്റേർഡ് ഫാർമസിന്റെ പ്രസൻസിൽ മാത്രമായിരിക്കണം. ദെൻ ആവശ്യത്തിന് ഫാർമസിസ്റ്റ് വേണം. 24 മണിക്കൂർ റൺ ചെയ്യുകയാണെങ്കിൽ സഫീഷ്യന്റ് റിക്വയർമെന്റും ഷിഫ്റ്റുകളും ഒക്കെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടുന്ന വിധത്തിലുള്ള ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം. Adequate facilities has to be provided for storage and handling of medicines in the pharmacy. Glass infusion bottles, containers, ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസിനോ യൂറിൻ കളക്ട് ചെയ്യാനോ ഒന്നും നമ്മൾ പെർമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ക്വാളിറ്റി ഓഡിറ്റ് നടത്തേണ്ടി വരും. നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോട്ടിക് സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുക. ലൈബ്രറി അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ഫെസിലിറ്റി നടത്തേണ്ട ആവശ്യമുണ്ട്. No one shall be allowed to enter the pharmacy after closing the house of the pharmacy except the pharmacist. Okay, pharmacist മാത്രമേ അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദമുള്ളൂ. ക്ലോസ് ചെയ്തതിനു ശേഷം ഇനി അടുത്ത ഹോസ്പിറ്റൽ ഫോർമുലറി. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ്. അത് ഹോസ്പിറ്റലിൽ വാങ്ങേണ്ട സാധനത്തിന് കളക്റ്റീവ് ആയിട്ടൊരു ലിസ്റ്റ് ഉള്ളതാണ് ഹോസ്പിറ്റൽ ഫോർമുലറി. അവിടെ ബുക്ക് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫോർ intern and fellow doctors. The hospital formally has to be revised periodically. എപ്പോഴും നമ്മൾ അത് നോക്കണം. And should reflect the current aspect of the clinical judgment of the medical staff. Okay, so അവിടുത്തെ സ്റ്റാഫിന്റെ എല്ലാം ഒരു അഭിപ്രായം ആരാഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹോസ്പിറ്റൽ ഫോർമുലറി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ആൻഡ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ഓഫ് ദ ഡ്രഗ് തെറാപ്പി. ഓക്കെ, സോ ഫാർമസി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ ഇൻചാർജ് ഓക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫിസിഷ്യൻസും എന്ത് വേണം? അവരുടേതായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, സോ ഹോസ്പിറ്റൽ ഫോർമുലറി അനുസരിച്ചായിരിക്കും ഹോസ്പിറ്റലിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് വാങ്ങണം ഏതൊക്കെ വാങ്ങണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, റെസ്റ്റ് വി കുഡ് ഡിസ്കസ് ഇൻ ദ MCQ. ഇത്രേ ഉള്ളൂ. PTC എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഫോർമുലറി. PTC എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കാനുമായി ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയാണ് PTC. ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഉപയോഗിക്കുന്ന ലിസ്റ്റ് ഓഫ് ഡ്രഗ്, ഏതൊക്കെ വാങ്ങണം ഏതൊക്കെ വാങ്ങേണ്ട, ഹോസ്പിറ്റൽ എന്തൊക്കെ ഡ്രഗ് ഉപയോഗത്തിലുണ്ട് എന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഓക്കെ, സോ ഹോസ്പിറ്റലിന്റെ അടുത്ത ഒരു ചാപ്റ്ററും കൂടെ നമ്മൾ കഴിഞ്ഞു. മാനുഫാക്ചറിങ് കഴിഞ്ഞു, അതേപോലെ PTCയും കഴിഞ്ഞു. നമ്മുടെ സിലബസ് പ്രകാരം PTC മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഇതും കൂടെ നോക്കണം. ഇനി നമുക്ക് ഒരു സെക്ഷനും കൂടെ പെൻഡിങ് ഉണ്ട്, കമ്പ്യൂട്ടറും ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസ്. ഓക്കെ, താങ്ക് യു.